ഹലോ യൂട്യൂബ്, 2 ദിവസമായിട്ട് വണ്ടിയിൽ നല്ല ഫ്യൂവലിൻ്റെ സ്മെല്ല് എന്തുകൊണ്ടാണെന്നറിയില്ല. അതുകൂടാതെ ഇപ്പോൾ ഒരു പുതിയൊരു വാണിംഗും കൂടി വന്നിട്ടുണ്ട്. ഇതാണ് 2 ദിവസമായിട്ടുള്ള അവസ്ഥ. വണ്ടി സ്റ്റാർട്ടാകുന്നുമില്ല. അപ്പോൾ ഇന്നൊന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ നോക്കാമെന്ന് വെച്ച് പറ്റാവുന്ന വീഡിയോസൊക്കെ നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നൊക്കെ നോക്കാൻ പറഞ്ഞു. അതിൽ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ ബോണറ്റൊക്കെ ഒന്ന് നോക്കാനാണ്. എവിടെയെങ്കിലും ഫ്യൂവൽ ലീക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ ഞാൻ തുറന്ന് നോക്കി. എവിടെയും ലീക്കും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം മൊത്തത്തിലൊന്ന് ഞാൻ ചെക്ക് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുന്ന് സ്മെല്ലൊന്നുമില്ല. അകത്ത് നല്ല ഫ്യൂവൽ സ്മെല്ലും ഉണ്ട്. അപ്പോൾ അകത്ത് നല്ല ഫ്യൂവൽ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ അകത്താ ലീക്കെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വണ്ടീൻ്റെ അകത്ത് ഫ്യൂവൽ സ്മെല്ല് വേണ്ടെങ്കിൽ എന്തായാലും അകത്തായിരിക്കണം എന്തെങ്കിലും പ്രോബ്ലം. പിന്നെ ഒരുവിധം വണ്ടീൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു ഉള്ളിലാണ് ഈ ഫ്യൂവൽ ടാങ്കിൻ്റെ ഈ ഒരു ഇതിന്ന് ഒരു ആക്സസ് ഞാൻ കാണിച്ചു തരാം. ആക്സസ് ഇവിടെയാണെന്ന് തോന്നുന്നു. ലൈറ്റിലിട്ട് സീറ്റ് ഊരുവാ. ഞാൻ സീറ്റ് വലിച്ചൂരി. സീറ്റ് ഞാൻ അവിടെ ഊരി വെച്ച് ഇനി ഇതിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് മൊത്തം കച്ചറയാണ്. സീറ്റിൻ്റെ ഒരു പോപ്കോണൊക്കെ ഉണ്ടല്ലോ, പഴയ ഫ്രഞ്ച് ഫ്രൈസും പോപ്കോണൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഫ്യൂവലിൻ്റെ പമ്പ്, കൂടാതെ ഫ്യൂവൽ ഫിൽറ്ററൊക്കെ ഔഡീൻ്റെ ഊരാൻ നോക്കുവാണ്. ഊരിയപ്പോൾ കണ്ട ഇവിടെ മൊത്തം ഫ്യൂവലാണ്. അയ്യോ, ഈ കണക്ഷനൊക്കെ ഫ്യൂവലിൽ അറിഞ്ഞിരിക്കുക. ഫ്യൂവൽ ഇത് എവിടെ നിന്നാണ് ലീക്കെന്ന് മനസ്സിലാവുന്നില്ല. ദൈവമേ, ലീക്ക് എവിടെ നിന്നാന്ന് കാണാൻ പറ്റുന്നില്ല. അതൊക്കെ ഫ്യൂവലിൽ ഡിപ്പായി കിടക്കുവാണ്. തുണി വെച്ചതെല്ലാം തുടക്കട്ട് നല്ലോണം. മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇവിടെയാണ് ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടാവും. ഇത് ഇവിടെ ഈ ക്രാക്കാണ് ഫ്യൂവൽ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് വണ്ടീനകത്ത് ഭയങ്കര ഫ്യൂവൽ സ്മെല്ല്. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഈ ക്രാക്ക് അടക്കണം. അത് മാത്രമല്ല, ഇതൊക്കെ സോക്ക് ചെയ്തിട്ടുള്ള ഫ്യൂവലിൽ ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ടാവുമെന്ന് നോക്കണം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. വണ്ടി ബേസ്മെൻറ്റിലാണ് ഉള്ളത്. ഇതിന് എങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിക്കുമെന്ന് അറിയില്ല. അഥവാ സ്റ്റാർട്ടായിട്ടില്ലെങ്കിൽ അന്ന് ഓൾട്ടർനേറ്റർ കേടായപ്പോഴും ഇതേ പ്രശ്നമായിരുന്നു അല്ലേ, ക്രാക്ക്. ഇതൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ ഇതേപോലെയുള്ള ജർമ്മൻ കാറിൻ്റെ എക്സ്പീരിയൻസ്, അതേപോലെ പഴയ കാർ വാങ്ങിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ എൻ്റെ ചാനലിൽ കൂടിക്കോന്ന് ഞാൻ ഒരു സജഷൻ നൽകുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് പാർട്ട്.